അമ്മയോടൊപ്പം 21-ാം ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം, മേരി ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഈശോയുടെ ആദ്യ ശിഷ്യയായ പരിശുദ്ധ കന്യകാമറിയം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. ഒരു ശിഷ്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ശിഷ്യന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവിലുള്ള വിശ്വാസമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് ഈശോയിൽ നല്ല വിശ്വാസമായിരുന്നു. ഈശോ പറഞ്ഞാൽ അത് നടക്കുമെന്ന് അവൾക്ക് വലിയ വിശ്വാസമായിരുന്നു. ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടതിന് ശേഷമല്ല മറിയം വിശ്വസിക്കുക, മറിച്ച് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവനിത് ചെയ്യാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതൊക്കെ സംഭവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിന് ഈശോയിൽ അടിയുറച്ച വിശ്വാസമായിരുന്നു. അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല, പക്ഷെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവ് ഈശോയ്ക്കുണ്ട് എന്ന് മറിയം വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. പരിശുദ്ധ കന്യകാമറിയം ഉത്തമയായ ഒരു ശിഷ്യയാണ്. ഗുരുവിൽ പരിപൂർണമായ വിശ്വാസം അവൾക്കുണ്ട്. അതുപോലെ പ്രിയം നിറഞ്ഞവരെ, നമുക്ക് ഓരോരുത്തർക്കും ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കാം. അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഈശോയ്ക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ അവൻ നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് പരിശുദ്ധ കന്യകാമറിയം ഒരു നിമിത്തമായിട്ട് മാറും. അമ്മയോട് നമുക്ക് മധ്യസ്ഥ വഹിക്കാം. അമ്മ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.